അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വളരെ അസാധാരണവും നിർണായകവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ അതീവ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ അടിയന്തരമായി സൈന്യത്തെ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പാക് ഭരണകൂടം. അടുത്ത 6 മാസത്തേക്ക് റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളുടെ നിയന്ത്രണം ഇനി പാക് സൈന്യത്തിന്റെ 3 കമ്പനികൾ ഏറ്റെടുക്കും. എന്താണ് പെട്ടെന്ന് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ? പാകിസ്ഥാൻ വീണ്ടും വലിയൊരു ആഭ്യന്തര സംഘർഷത്തിലേക്കാണോ നീങ്ങുന്നത്, അതോ അണിയറയിൽ മറ്റൊരു അട്ടിമറിയോ സൈനിക ഓപ്പറേഷനോ തയ്യാറെടുക്കുകയാണോ? വിശദാംശങ്ങൾ പരിശോധിക്കാം. പാകിസ്ഥാൻ ഭരണഘടനയുടെ 245 വകുപ്പ് പ്രയോഗിച്ചുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഈ അടിയന്തര വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഞ്ചാബ് ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തന്ത്രപ്രധാന മേഖലകളിലും പ്രധാന റോഡുകളിലും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ വിന്യാസം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഇത്രയും വലിയൊരു നടപടിയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കാൻ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരമോന്നത കമാൻഡ് സെന്ററായ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് റാവൽപിണ്ടിയിലാണ്. ആ റാവൽപിണ്ടിയിൽ തന്നെ ക്രമസമാധാനം തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടിയന്തര നീക്കത്തിന് പിന്നിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷങ്ങളാണെന്ന സൂചനകളും ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റാവൽപിണ്ടിയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന വെടിവെപ്പും അതിനെ തുടർന്നുണ്ടായ പ്രത്യാക്രമണവും തലസ്ഥാന മേഖലയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരുന്നു. സ്വന്തം സൈനിക ആസ്ഥാനത്തിന് മുന്നിൽ പോലും ജനങ്ങൾ തിരിയുമോ എന്ന ഭയത്തിലാണ് പാക് ഭരണകൂടം ഇപ്പോൾ നഗരങ്ങളിൽ പട്ടാളത്തെ റോന്തു ചുറ്റിക്കുന്നത്. സർക്കാരിനെതിരെ ജനരോഷം ആളിപ്പടരുമ്പോൾ ഭരണകൂടത്തെ രക്ഷിക്കാൻ വീണ്ടും തോക്കുകൾ നിരത്തി വെക്കുക മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക വഴി. മറ്റു രാജ്യങ്ങൾക്ക് നേരെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇപ്പോൾ സ്വന്തം സൈനിക ആസ്ഥാനത്തിന്റെ ഗേറ്റിൽ പോലും കാവൽ നിൽക്കാൻ പ്രത്യേക സൈനിക കമ്പനികളെ നിയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. റാവൽപിണ്ടിയിലെ ഈ സൈനിക സാന്നിധ്യം രാജ്യത്തെ പുതിയൊരു ഭരണമാറ്റത്തിന്റെയോ കടുത്ത സൈനിക നിയന്ത്രണത്തിന്റെയോ സൂചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകാൻ. ന്യൂസ് ഡെസ്ക് കേരള.